ഹായ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി കാടമുട്ട പെപ്പർ റോസ്റ്റ്. അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. അതിനു വേണ്ടി കുറച്ച് കാടമുട്ട എടുത്ത് വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലെടുത്ത് അടുപ്പിൽ വെക്കാം. ഈ കാടമുട്ടയിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ. അങ്ങനെ വേവിച്ച മുട്ട തൊലി കളഞ്ഞ് തണുത്തതിന് ശേഷം തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലെടുക്കാം. ഈ തൊലി കളഞ്ഞ മുട്ട ചെറുതായിട്ടൊന്ന് വരഞ്ഞൂടി കൊടുക്കണേ. അത് മസാലകളൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാടമുട്ട പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിന് ശേഷം സവാള ചെറുതായിട്ട് അരിഞ്ഞ സവാളയെ വഴറ്റി കൊടുക്കാം. സവാള വഴറ്റാൻ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയുടെ പച്ചമണം മാറുന്നതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കിയതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വീണ്ടും ഇളക്കാം. ഇതിലേക്ക് ആവശ്യമായ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇത് പെപ്പർ റോസ്റ്റ് ആയതുകൊണ്ട് ഇതിൽ കൂടുതൽ കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1.5 സ്പൂണ് കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ മസാലകളെല്ലാം കൂടെ യോജിപ്പിച്ച് ചെറുതായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് വീണ്ടും ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കൂട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മളുടെ കാടമുട്ട ഇട്ട് കൊടുക്കാം. ഈ കാടമുട്ട ഇട്ടതിന് ശേഷം മസാലയെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 5 സെക്കൻഡ് എല്ലാം മസാലകളെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 സെക്കൻഡ് നമുക്ക് അടച്ചു വയ്ക്കാം. ഈ കാടമുട്ട പെപ്പർ റോസ്റ്റ് ചോറിൻ്റെ കൂടി, ചപ്പാത്തിയുടെ കൂടി, നമുക്ക് പുട്ടിൻ്റെ കൂടി, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഈ അടപ്പൊന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ചധികം മല്ലിയില ഒന്ന് വിതറിയതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് ഈ കാടമുട്ട പെപ്പർ റോസ്റ്റ് ഇഷ്ടപ്പെട്ടാലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് ഇടാൻ മറക്കല്ലേ. ഓക്കെ, ബായ്.